പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. ടിക്കറ്റ് ഒരു ടോക്കൺ എന്ന സാമൂഹിക സന്ദേശവുമായി ബോളാഗോളം തിയേറ്ററുകളിലെത്തി. മലബാറിന്റെ മണ്ണിൽ പന്ത് തട്ടുമ്പോൾ ഉയരുന്നത് കളിയാവേശം മാത്രമല്ല, മനുഷ്യരുടെ സ്വപ്നങ്ങളും വേദനകളും ബന്ധങ്ങളും കൂടിയാണെന്ന് സിനിമയിൽ പ്രതിപാദിക്കുന്നു. വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും കേക്ക് മുറിച്ച് സിനിമയുടെ വിജയം ആഘോഷിച്ചു. ജുനൈസ് കാപ്പ് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത സിനിമയിലെ ഇതിവൃത്തം ഒരു ഗ്രാമീണ പ്രദേശത്തിൻ്റെ നഷ്ടപ്പെട്ട മൈതാനം തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനാൽ ചിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഗ്രൗണ്ട് നേടുന്നതിനായി വിനിയോഗിക്കും. ഞാൻ ജുനൈസ് കാപ്പ്, ബോളാഗോളം എന്ന് പറയുന്ന സിനിമയുടെ റൈറ്ററും ഡയറക്ടറാണ്. ബോളാഗോളം ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ BBC റിപ്പോർട്ട് ചെയ്തിട്ടുള്ള യൂത്ത് ഡെവലപ്മെന്റ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. യൂത്ത് ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ടീനേജ് കൗമാരക്കാരായ പ്രായക്കാർ 48% ഡ്രഗ് അഡിക്റ്റ് ആയപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നുണ്ട്, കുട്ടികളെ സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത്. കാരണം ഗവൺമെന്റ് കണ്ടെത്തുന്നത് കുട്ടികൾക്ക് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഡ്രഗ് തന്നെ വേണമെന്നില്ല. അവർക്ക് പോസിറ്റീവായിട്ട് പല ലഹരികളിലും ഉണ്ട്. അപ്പോൾ അതിൽ അവർ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. ആ സ്പോർട്സിൽ അവരെ ഇൻവോൾവ് ചെയ്യുന്നു. പിന്നെ BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ 5% ആയിട്ട് അത് ചുരുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട്. പിന്നെ സ്പോർട്സിൽ ആ രാജ്യം തന്നെ ഒരുപാട് മുന്നേറുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു റോൾ മോഡലിനെ, അത്തരം ഒരു ആശയത്തെ മലപ്പുറത്തിന്റെ ഒരു ഗ്രാമത്തിൽ അപ്ലൈ ചെയ്യുന്നതും ആ കോച്ചിന്റെയും ശിഷ്യന്റെയും ആത്മബന്ധത്തിലൂടെ, എന്ന് വെച്ചാൽ പന്ത് കൊണ്ടുള്ള, ബ്ലഡ് കൊണ്ടുള്ള, പന്ത് കൊണ്ടുള്ള ആത്മബന്ധത്തിലൂടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ബോളാഗോളം എന്ന സിനിമ. ഈ സിനിമയിലൂടെ കളക്ട് ചെയ്യുന്ന മണി പൈസ നമ്മൾ നാട്ടിലൊരു ഗ്രൗണ്ട് കളിക്കളം കൊണ്ടുവരാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫുട്ബോളിന്റെ ആത്മാവും ഗ്രാമീണ ജീവിതത്തിന്റെ സൗഹാർദ്ദവും നൊമ്പരങ്ങളും പ്രതീക്ഷകളും പോരാട്ടവും പ്രണയവും കോർത്തിണക്കിയാണ് കളിയും ജീവിതവും പരസ്പരം പാസ് ചെയ്ത് കാഴ്ചയുടെ വല കുലുക്കുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഓരോ വാർഡിലും ഒരു കളിക്കളം എന്ന പദ്ധതിയിലേക്ക് ഒരു നാടിൻ്റെ പോരാട്ടത്തെ ചേർത്ത് വെച്ച് അവസാനിക്കുന്നു സിനിമ. ഈ ബോളാഗോളം എന്ന മൂവി തികച്ചും ഒരു സംഭവിച്ച കാര്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു സിനിമ തന്നെയാണ്. കൂടാതെ ഒരു സോഷ്യൽ മെസ്സേജ് കൂടി കൊടുക്കുന്നൊരു സിനിമയാണ്. പിന്നെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഈ കഥയുമായിട്ട് എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ബന്ധമുണ്ട്. കാരണം കാപ്പ് എന്ന നാട്ടിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൗണ്ടിന്റെ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഗാനമേളയ്ക്ക് പാടാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. വലിയ സ്റ്റാർസ് എന്ന നമ്മുടെ ടീമിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രൗണ്ട് നഷ്ടപ്പെട്ട് ഇത് സിനിമ ആവുന്ന സമയത്ത് അതിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയെന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. നല്ലൊരു ഗ്രൗണ്ടും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു നാട്ടുകാരുണ്ടെങ്കിലേ നമുക്ക് ഈ മയക്കുമരുന്നും ഇങ്ങനത്തെ ഈ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നല്ല ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ ഒരുപാട് സമയം നമുക്ക് നല്ല ചിന്തകളും ആശയങ്ങളൊക്കെ വരും. അല്ലാതെ ഈ മറ്റ് ലഹരി മുക്തമായ നല്ലൊരു സാധനം ആക്കി മാറ്റാൻ കഴിയും. പത്മശ്രീ IM വിജയന്റെ സോഷ്യൽ മീഡിയ പേജ് മുഖേനയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത്. ആൻഡലോട്ട് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PT അബ്ദുൽ സലീം നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഖിൽ പ്രഭാകർ, കൈലാഷ്, ആലിയ, ഉണ്ണി നായർ, കാശിനാഥ്, ലത അനിൽ, ലാല മലപ്പുറം, നസീർ ഷിക്കു എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. നാടിൻ്റെയും ഒരു ഗ്രൗണ്ടിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. സൗഹൃദവും സ്നേഹവും പ്രണയവും ലഹരിയോടുള്ള എതിർപ്പൊക്കെ നടത്തിയിട്ടുള്ള ഒരു ഒന്നൊന്നര മൂവിയാണത്. മലപ്പുറത്തിന്റെ കാപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ശരിക്കും നടന്നൊരു സ്റ്റോറിനെ ആസ്പദമാക്കിയിട്ടാണ് സ്റ്റോറിയൊക്കെ പോകുന്നത്, സിനിമയുടെ സ്റ്റോറി പോകുന്നത്. അപ്പം നമ്മൾ ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചിട്ട് ഒരു സ്റ്റേഡിയം കൊണ്ടാണ് പ്ലാൻ. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന ടിക്കറ്റ് ഒരു ടോക്കൺ ആവും അതിന് വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് പടം കാണാൻ അഭിപ്രായം രേഖപ്പെടുത്തുക. ഛായാഗ്രഹണം ഷമീർ ജിബ്രാൻ, എഡിറ്റിംഗ് അഭിഷേക് അയ്യനേത്താണ്. നല്ലൊരു പടം നമ്മളിപ്പോൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാണേണ്ടതാണ്. നമ്മളെ ഓരോ രക്ഷിതാക്കളും നമ്മളെ കുട്ടികളിപ്പോൾ ഫുട്ബോൾ നടന്നുകൊടുക്കുന്ന കാലമാണ്, കാണിച്ചു കൊടുക്കണം. കുടുംബസമേതം വന്നിട്ട് നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഒരുപാട് മെസ്സേജ് നൽകും, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഒരുപാട് അടിപൊളിയായിരുന്നു മൂവി. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. ഈ ലഹരിക്കെതിരെയും അതുപോലെ ഫുട്ബോള്, കുട്ടികളെ കാൽപന്ത് കളി, നല്ലൊരു പടമായിരുന്നു. നല്ല ത്രില്ലിംഗ് ആയിരുന്നു. പാട്ട് അടിപൊളി ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടിങ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളിലും നമുക്കൊരു ബോർ തോന്നിയിട്ടില്ല.
+2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027.